സ്മൃതി, ഇന്ന് ഞെട്ടിപ്പോയി ഞാൻ ഈ നോട്ടീസ് കാണുന്ന സമയത്ത്. ആ നോട്ടീസിനെ കുറിച്ച് കൂടുതൽ വിശദമായി പറയാം. ആ നോട്ടീസിൽ രാഹുൽ ഗാന്ധി എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചല്ല ഈ നോട്ടീസ് പറയുന്നത് എന്നുള്ളതാണ് ഒരു പോയിന്റ്. അത് ഞാൻ പിന്നീട് വിശദമാക്കാം. പക്ഷേ ഈ ആദ്യത്തെ രാഹുലിന്റെ നോട്ടീസ് വരുന്നത് നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണം, അത് അല്ലെങ്കിൽ നിങ്ങളത് സത്യവാങ്മൂലം നൽകണം, സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ നിങ്ങളത് അപ്പോളജി പറയണം എന്ന് പറഞ്ഞുള്ള ഭീഷണി പോലെയാണ് വരുന്നത്. ഇപ്പോൾ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വരുന്നത് അങ്ങനെയല്ല, കൂടുതൽ തെളിവുകൾ തന്നാൽ അന്വേഷണം നടത്താം എന്ന മട്ടിലേക്ക് കാര്യങ്ങളായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിചിത്രമാണ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരമില്ലാതെയാവുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവില്ല എന്ന് മാത്രമല്ല, ഉന്നയിച്ച ഒരു ചോദ്യങ്ങളും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ മാതിരി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. നേരത്തെയുള്ള ഭീഷണി സ്വഭാവത്തിൽ നിന്ന് മാറി ഇതിനെ നേരിടേണ്ടി വരും, ഈ ചോദ്യങ്ങളെ നേരിടേണ്ടി വരും എന്ന യാഥാർത്ഥ്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നുണ്ട്. കാരണം നാളെ തന്നെ ഇപ്പോൾ 5 MP-മാരിൽ കൂടുതലെ കാണില്ല എന്നൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ എണ്ണം കൂട്ടിയിട്ടുണ്ട്, 50ഓളം MP-മാർ കാണുന്നു. അപ്പോൾ ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നു. മാത്രമല്ല, ഒരു വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുകയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി ഒരു വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നു. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ആ തെളിവുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്നത് മാത്രമല്ല, മറ്റെവിടെയെങ്കിലും ക്രമക്കേടുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാം എന്ന കാര്യം കൂടിയാണ്. ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമാകുകയും ചെയ്യാം. ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ KC വേണുഗോപാൽ അല്പം മുമ്പ് പറഞ്ഞല്ലോ, 6 മണിക്കൂർ തുടങ്ങി 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും 5 ലക്ഷത്തോളം കോൾസാണ് വന്നത് എന്ന്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്തു നിന്നാണ് എന്ന് കരുതണ്ട, രാജ്യത്ത് എല്ലാ ഭാഗത്തുനിന്നും വന്നിരിക്കുന്ന പ്രതികരണങ്ങളായി അതിനെ കാണേണ്ടതുണ്ട്. അതിൽ ഒരു വലിയ ആശങ്ക, ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കയുടെ പ്രതിഫലനമായിട്ടാണ് അതിനെ കാണുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്ന സംശയങ്ങൾ എന്താണ്? മഹാദേവപുരയാണല്ലോ ഒരു സ്ഥലം, അതായത് സംശയമുള്ള 7 ഇടങ്ങളിൽ 1 തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മഹാദേവപുരയിലേക്ക് രാഹുൽ നീങ്ങിയത്. അവിടെ 1,250,000 വോട്ട് ചോരിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ വോട്ട് ചോരിയെക്കുറിച്ച് പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുടെയും ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സുകളുടെയും ബൾക്ക് വോട്ടേഴ്സിൻ്റെയും ഇൻവാലിഡ് ഫോട്ടോസിൻ്റെയും മിസ്യൂസ് ഓഫ് ഫോം 66-ൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഏറെ വൈകി, അതായത് 4ാം ദിവസം രാഹുൽ ഈ ആരോപണങ്ങൾ തെളിവുകൾ സഹിതം മുന്നോട്ട് വെച്ച് അതിൻ്റെ 4ാം ദിവസം പറയുന്നു, ഈ പറയുന്ന ശകുൻ റാണി ഒറ്റത്തവണയെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന്. അതെങ്ങനെയാണ് അത് തെളിയുന്നത്? On enquiry, Srimati Shakun Rani has stated that she has voted only once and not twice as alleged by you. അപ്പോൾ ശകുൻ റാണി പറഞ്ഞു, അപ്പോൾ അത് ശരി. അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്. ഇതാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി? സ്മൃതി, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അറിയോ? ശകുൻ റാണി ഇപ്പോൾ കള്ള വോട്ട് ചെയ്ത ഒരാളുടെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ചോദിക്കുക, നിങ്ങൾ 2 തവണ വോട്ട് ചെയ്തു? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് സത്യം, ഇതാണ് ആ ലൈൻ. അപ്പോൾ ശകുൻ റാണി, അത് വേറൊരു കാര്യം ശ്രദ്ധിക്കണം, രാഹുൽ ഗാന്ധി ഈ 70 വയസ്സുള്ള സ്ത്രീ ഫോം 6-ൽ ഉൾപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് ആദ്യം വോട്ട് ചെയ്യുന്നവരെ മാത്രം ഉൾപ്പെടുന്നതാണ്. അപ്പോൾ കന്നി വോട്ടർമാരെ ഉൾപ്പെടുത്തുന്നിടത്ത് എങ്ങനെയാണ് പ്രായമായവർ വരിക എന്ന ചോദ്യമാണ് അന്ന് ഉന്നയിച്ചത്. അന്ന് ഈ ശകുൻ റാണിയുടെ കാര്യത്തിൽ അവരുടെ ഫോട്ടോകൾ ക്രോപ്പ് ചെയ്തും വലുതാക്കിയും പല രൂപത്തിൽ വന്നതിനെ അത് തെളിവുകൾ സഹിതമാണ് അദ്ദേഹം കാണിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ, ഇവരുടെ പേരിൽ 2 വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ബൂത്തിൽ പല മേൽവിലാസത്തിൽ അവരുടെ പേര് വരുന്നുണ്ട്, പക്ഷെ അവർ വോട്ട് ചെയ്തോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് KC വേണുഗോപാൽ പറയുന്നു, BLO പറയുന്നു, അല്ല അവർ വോട്ട് ചെയ്തിട്ടുണ്ട്, 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ട്, തെളിവുണ്ട് എന്ന് പറയുന്നു. ബൂത്ത് നമ്പർ അടക്കമാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് തെളിവുകൾ. ഇനി ഈ കാര്യങ്ങൾ, ഈ ഇരട്ടിപ്പിൻ്റെയും അഡ്രസ്സിൻ്റെ ഭാഗത്ത് 0 വരികയും അച്ഛൻ്റെ സ്ഥാനത്ത് LKGF എന്നൊക്കെ പറഞ്ഞ് വരികയും ചെയ്തതിനെക്കുറിച്ച് ഒരു പ്രതികരണവും ഇല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ഇതിലൊക്കെ ഈ തെളിവൊക്കെ ആരാ കൊണ്ട് കൊടുക്കേണ്ടത്? രാഹുൽ ഗാന്ധി ഇത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണോ പറയുന്നത്? അതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ അതിൻ്റെ വേണ്ടത്? അപ്പോൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ച ഒരു കാര്യത്തിനും കൃത്യമായി മറുപടി പറയാതെ ഒരു ശകുൻ റാണിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇനി കോൺഗ്രസ് അവിടുത്തെ നിയമവകുപ്പിന്, സർക്കാർ നിയമവകുപ്പിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞു. അതിൻ്റെ നടപടികളുമായി പോകുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ DK ശിവകുമാർ കണ്ടിട്ടുണ്ട്. നാളെ ഇനിയിപ്പോൾ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയാണ്, വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണ്. MP-മാരുടെ റാലി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിലേക്ക് നാളെ 300 പേരാണ് പങ്കെടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ബീഹാറിൽ വരാൻ പോകുന്നത് 2 ആഴ്ചത്തെ നീളുന്ന വലിയ പ്രക്ഷോഭമാണ് കേട്ടോ. ആ പ്രക്ഷോഭത്തിൽ ഇന്ത്യ മുന്നണി എല്ലാവരും ഒന്നിച്ചായിരിക്കും. ഇന്നലെയും നമ്മൾ ഈ ചർച്ചയിൽ സുജയ് പറയുന്നുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ജയത്തെക്കുറിച്ചും ആരോപണം ഉയർന്നിട്ടുണ്ട്, ഒരു ചാനൽ അത് കണ്ടെത്തിയെന്ന്. അങ്ങനെ ഒരു ആരോപണമായി BJP വന്നിട്ടേയില്ല. BJP അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല. ഞാനും പറഞ്ഞിട്ടില്ല, ഞാൻ ടൈംസ് നൗവിനെയാണ്. അല്ല, അങ്ങനെ ഒരു വലിയ തെളിവ് എന്നാൽ BJPക്ക് അത് പ്രധാനപ്പെട്ട വാദമാണല്ലോ, അത് വന്നിട്ടില്ല. അങ്ങനെ ടൈംസ് നൗ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈംസ് ഗ്രൂപ്പിന് ഇല്ല, പത്രത്തിൽ അതില്ല.
രണ്ടാമത്തെ കാര്യം. പിന്നെ ഈ വിഷയത്തിൽ BJP ഒരു പ്രതികരണത്തിലേക്കേ പോകുന്നില്ല. ഇന്ന് പ്രധാനമന്ത്രി ബാംഗ്ലൂരിലാണ് പ്രസംഗിച്ചത്. ബാംഗ്ലൂരിൽ പ്രസംഗിക്കുമ്പോൾ അതാണ് പറയുന്നത്. എന്താണ് പറയുന്നില്ല, പാകിസ്ഥാനെ മണിക്കൂറുകൾക്കുള്ളിൽ മുട്ടുകുത്തിച്ചു, ലോകം മുഴുവൻ ഇന്ത്യയുടെ പുതിയ മുഖം കണ്ടു എന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ പക്ഷേ ഇത് ചർച്ച ചെയ്യുകയാണ്. റോയിറ്റേഴ്സിൽ വന്നു, അന്തർദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൽ പ്രതികരിക്കാൻ പറ്റുന്നില്ല പ്രധാനമന്ത്രിക്ക് എന്ന രൂപത്തിൽ വാർത്തകൾ തലക്കെട്ടുകളോട് വന്നുകൊണ്ടിരിക്കുകയാണ്. BJP പ്രതികരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണെന്ന രൂപത്തിൽ മാറി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികരിക്കുന്നതാകട്ടെ പരിഹാസമായിട്ടാണ് ആദ്യ രൂപത്തിൽ വന്നത്. ഇനി പറയുന്നത് എന്താണ്, കോടതിയിലേക്ക് പോയിക്കോളൂ എന്ന്. കോടതിയിലേക്ക് പോകും എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. കോൺഗ്രസ് പറയുന്നുണ്ട് കോടതിയിലേക്ക് പോകും. പക്ഷേ ആദ്യഘട്ടം കോടതിയിലേക്ക് പോവുകയല്ലല്ലോ. ഈ തെളിവുകൾ ജനം മുഴുവൻ കാണണ്ടേ? ഇനിയും വരാനുള്ള തെളിവുകളില്ലേ, അതിലേക്ക് കൂടി പോവുക എന്നുള്ളതാണ്. അതാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ ഉദ്ദേശം. അതിൽ ജനങ്ങളെ കൂടി പങ്കാളികളാക്കുന്നു എന്നിടത്താണ് ഇതിൻ്റെ പ്രാധാന്യം നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഭാരത് ജോഡോ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതിൽ ആരെയൊക്കെയാണ് ജോഡ്ന ചാഹത്തെ ആരൊക്കെയാണ് കൂടെ ചേർക്കുന്നത്? ജനങ്ങളെ കൂടെ ചേർക്കുന്നു. അതോടൊപ്പം മറ്റു പാർട്ടികളെയും, ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളെയും കൂടെ ചേർക്കുകയാണ്. അതിൽ ഇടഞ്ഞു നിന്നിരുന്ന അല്ലെങ്കിൽ മാറി നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, ആം ആദ്മി പാർട്ടിയുണ്ട്. അവരെല്ലാവരും ഉണ്ട് ഈ പ്രതിഷേധത്തിന് എന്നുള്ളതാണ്. കാരണം ബീഹാറിനപ്പുറം ഇനി അത് ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക അത് പശ്ചിമ ബംഗാളിലേക്കും പടരുന്നതാണ്. അതുകൊണ്ട് ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും ഗൗരവത്തോടെ എടുക്കുകയാണ്. ഇന്ന് ശരത് പവാർ ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു 160 സീറ്റിൽ ജയിപ്പിക്കാമെന്ന് പറഞ്ഞ ഒരാൾ വന്ന് കണ്ടു. അപ്പോൾ അയാളെ രാഹുലിനെ പരിചയപ്പെടുത്തി ശരത് പവാർ. ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, അതല്ല, നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് നമ്മൾ വോട്ട് പിടിക്കുക, ആളുകളുടെ നമ്മുടെ വിശ്വാസം, അവരുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം, നമ്മളുടെ രീതി അതല്ല എന്ന് പറഞ്ഞു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം ഇങ്ങനെ നടത്തുന്നു. അങ്ങനെ ഇനി എന്തൊക്കെ വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്നു, ഇനി ജനങ്ങൾ കൊണ്ടുവരുന്ന തെളിവുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി ഏതൊക്കെ പ്രദേശങ്ങളിലെ തെളിവുകളാണ് ജനങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതും വളരെ പ്രധാനമാണ്. ഇതിനൊന്നും മറുപടിയില്ല BJPക്കും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്നുള്ളതാണ്. ഇതിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഒരു ആക്ഷനിലേക്ക് കടന്നു എന്ന സൂചന ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയാണ്. അതായത് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഇതാ ഞങ്ങളൊരു സാധനം പരിശോധിച്ചിരിക്കുന്നു, അതിൽ കണ്ടെത്തിയ കാര്യം ഇതാണ് എന്ന് പറയുമ്പോൾ അതിലേക്ക് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തി, നിർബന്ധിതമായി എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. Meet the editors.